ഭൂമിയിൽ ചില സ്ഥലങ്ങളുണ്ട്. അവിടെ ഭൗതികശാസ്ത്ര നിയമങ്ങൾ പോലും പ്രവർത്തിക്കില്ല. മെക്സിക്കോയിലെ ദുരാങ്കോ എന്ന മരുഭൂമിയിൽ ഒരു പ്രത്യേക പ്രദേശം അതാണ് സോൺ ഓഫ് ലെൻസ്. ഈ പ്രദേശത്ത് പ്രവേശിച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കില്ല, റേഡിയോ സിഗ്നലുകൾ മരിക്കും, കോമ്പസ് സൂചി ഭ്രാന്ത് പിടിച്ചതുപോലെ കറങ്ങും. ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ഈ നിഗൂഢ മരുഭൂമിയിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചാണ്. ആയിരത്തി 1970-കളിൽ അമേരിക്കയുടെ ഒരു അധീന മിസൈൽ പരീക്ഷണത്തിനിടെ വഴിതെറ്റി കൃത്യമായി ഈ സ്ഥലത്ത് വന്നു പതിച്ചു. ഇതിന് പിന്നാലെയാണ് ലോകം ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത്. മിസൈൽ തിരഞ്ഞുപോയ ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പോയി. അവിടെ ഒരു സിഗ്നലും പ്രവർത്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിലും ഭീകരമായ മറ്റു പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഈ മേഖലയെക്കുറിച്ച് പഠിക്കാൻ അഡ്രിയാൻ കരോൾ എന്നു പേരുള്ള ശാസ്ത്രജ്ഞരും സംഘവും അവിടെ എത്തിയിരുന്നു. അവർക്കുണ്ടായ അനുഭവം നിങ്ങളെ ഏറെ ഞെട്ടിച്ചിരിക്കും. അവർ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മൂടൽമണ്ണ് അവരെ മൂടി. റേഡിയോയിൽ ആർക്കും സിഗ്നൽ കിട്ടിയില്ല. മിനിറ്റുകൾക്ക് ശേഷം മൂടൽമഞ്ഞ് മാറിപ്പോയി. അവർ കണ്ടത് മറ്റൊന്ന്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ കാണാനില്ല. അവിടെ തിരച്ചിൽ നടത്തിയവർക്ക് ഒരു തുമ്പ് പോലും കിട്ടിയില്ല. എന്നാൽ 3 ദിവസത്തിന് ശേഷം അവർ അപ്രത്യക്ഷമായ അതേ സ്ഥലത്ത് തന്നെ അവരെ കണ്ടെത്തി. അവർക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം അതല്ല. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വാച്ചുകൾ 3 ദിവസത്തിന് മുൻപുള്ള ആ കൃത്യസമയത്ത് തന്നെ നിലച്ചിരിക്കുകയായിരുന്നു. അവർക്ക് ആ 3 ദിവസം എവിടെയായിരുന്നു? അവർ മറ്റേതെങ്കിലും ലോകത്തേക്ക് പോയതാണ്? ഇന്നും ഈ ചോദ്യത്തിന് ഉത്തരം ഇതുവരെയായിട്ടും ഒരു ശാസ്ത്രജ്ഞന് പോലും കണ്ടുപിടിക്കാനായിട്ടില്ല. ഇതേ മരുഭൂമിയിൽ വെച്ച് കാർ കേടായ ഒരു കുടുംബത്തിന്റെ അനുഭവം കൂടി നിങ്ങൾ കേൾക്കണം. വിജനമായ സ്ഥലത്ത് അവർ കുടുങ്ങി. സഹായത്തിനായി ആരുമില്ല. പെട്ടെന്ന് ദൂരെ നിന്ന് 3 രൂപങ്ങൾ നടന്നു വരുന്നത് അവർ കണ്ടു. നീളമുള്ള കൈകാലുകളും സ്വർണ്ണ നിറത്തിലുള്ള മുടിയുമുള്ളവരായിരുന്നു അവർ. ഒരു വാക്കുപോലും സംസാരിക്കാതെ ആ കാർ തള്ളി ശരിയാക്കി. നന്ദി പറയാൻ വേണ്ടി ആ കുടുംബം പുറത്തിറങ്ങിയപ്പോൾ ചുറ്റിലും കിലോമീറ്ററുകളോളം ആരെയും കാണാനില്ല. വെറും സെക്കൻഡുകൾ കൊണ്ട് അവർ എങ്ങോട്ടാണ് മാഞ്ഞുപോയത്? ഇവർ മനുഷ്യരാണോ അതോ ഈ മരുഭൂമി കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരാണോ? നിങ്ങൾക്കറിയാമോ, ബർമുഡ ട്രയാങ്കിളും ഈജിപ്തിലെ പിരമിഡുകളും ഈ സോൺ ഓഫ് ലെൻസിലും ഒരേ അക്ഷാംശ രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ കാന്തിക മണ്ഡലത്തിൽ എന്തോ വലിയ തകരാറുകളുള്ള സ്ഥലങ്ങളാണിത്. അതുകൊണ്ടാണോ ഇവിടേക്ക് ഉൽക്കകൾ പതിവായി വന്നു വീഴുന്നത്? അതെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽക്കകൾ വന്ന് പതിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഈ പ്രദേശത്ത് വെച്ച് നാട്ടുകാർ പലപ്പോഴും വിചിത്രമായ മനുഷ്യരെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഉയരമുള്ള സ്വർണ്ണ നിറത്തിലുള്ള മുടിയുള്ള വിചിത്രമായ വസ്ത്രം ധരിച്ച മനുഷ്യർ. അവർ അവിടുത്തെ കർഷകരോട് വളരെ വിനയത്തോടെ വെള്ളം ചോദിക്കും. പക്ഷേ അവർ ആ നാട്ടുകാരല്ല. പലരും വിശ്വസിക്കുന്നത് ഇത് അന്യഗ്രഹ ജീവികളാണെന്നാണ്. ഇന്നും ആ മരുഭൂമിയിൽ സിഗ്നലുകൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി പറയാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. സോൺ ഓഫ് സൈലൻസ് ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. അത് ഭൂമിയുടെ ഒരു പ്രത്യേക കാന്തിക പ്രതിഭാസമാണോ അതോ അന്യഗ്രഹ ജീവികളുടെ താവളമാണോ? വൈഷ്ണവ് ടേൽസിലെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം കൂടുതൽ രഹസ്യങ്ങളുമായി നമ്മൾ വീണ്ടും എത്തും. നന്ദി.